ആ ഗിരി അപ്പയോട് ഒന്ന് അന്വേഷിക്കാൻ പറയായിരുന്നില്ലേ ചാച്ചി? അവര് മീറ്റിംഗിലാ, അവരെ വെറുതെ ശല്യം ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടാ തോന്നുമല്ലോ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടി ഇറങ്ങി പോയെന്ന്. ഇതേ സ്വാതിയാ, അവളെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. എനിക്ക് അവളെ പച്ചമരുന്ന് തേച്ചപ്പോ നല്ല സുഖമുണ്ടായിരുന്നു, വേദനയും കുറഞ്ഞു. ഇപ്പൊ അത് ഇടേണ്ട സമയം. അതിനെന്താ ഞാനിട്ടേരാം. നിനക്കതൊക്കെ അറിയോ? ഇതിലെന്താ നീല ഇത്ര അറിയാനുള്ളത്? സ്ലിങ് ഊരുന്നു, തേച്ച് പിടിപ്പിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അമ്പിളിയാ മരുന്നിങ്ങ് തന്നെ. എന്തൊരു വേദനയാ, നിനക്ക് അറിയില്ലെങ്കിൽ ചെയ്യണ്ട. എനിക്കറിയാം നീലേ, വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. മതി, നിർത്ത. നിനക്കറിയില്ല. പക്ഷെ ഇതറിയില്ല എന്ന് പറയുമ്പോ അതിലെന്തോ ചതിയുണ്ടെന്ന് അതിനർത്ഥം. അവക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളിപ്പോ തിരിച്ചു വന്നേനെ. ഈ വീട്ടിൽ നിന്ന് അവളെ കാണാതായത് നിന്ന നിപ്പില് അപ്രത്യക്ഷമാവുന്നില്ലല്ലോ. അവളെവിടെയോ പുറത്തു പോയതെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതെവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെയാ ഇനി അറിയേണ്ടത്. എനിക്ക് എൻ്റെ വിഷമങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവക്കൊരു അപകടം സംഭവിക്കരുത്, അത്രയേ ഉള്ളൂ എനിക്ക്. നീലേ, ഇനി തീരുമാനിക്കേണ്ടത് നമ്മളാ. രാഹുൽ പറഞ്ഞത് ശരിയല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് മനസ്സറിവില്ലാത്ത കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നന്നായിരിക്കും. പോലീസോ? അതെ. ഇനി അവർ വിചാരിച്ചാലേ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താലോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും ആലോചിച്ചിരിക്കണം. ഒന്നാമത്, ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നത്, അതും എൻ്റെ ഭാര്യ. വാർത്ത എങ്ങാനും ലീക്കായ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള സമയമായിട്ടില്ലെന്നാ എൻ്റെ സംശയം. സാറേ, ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത കാര്യമായോണ്ടാണ് കേട്ടോ നേരിട്ട് പറയാന്ന് വിചാരിച്ചത്. എന്താ കാര്യം? സ്വാതി അപ്പിയെ കാണാതായതിന്റെ പിന്നില്ലേ വേറെ ആരുമില്ല, ആ ഗൗരിയും വേദയോ. ചേച്ചിക്ക് ഇതെങ്ങനെ അറിയാം? ഗൗരി അപ്പി നീലിനോട് പറയണ ഞാൻ കേട്ടെന്ന്. നാരായൺജിയുടെ പ്രവചനം ശരിയായെന്ന് വിചാരിക്കുമെന്ന് അവള് പറഞ്ഞെന്ന്. അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കവളെ സംശയിക്കാൻ പറ്റുമോ? അപ്പിയെ കാണാതായ സമയം തൊട്ടുള്ള അവളുടെ നടപ്പും ഭാവവും ആ രീതിയിലായിരുന്നെന്ന് പോലീസുകാര് സംശയം തോന്നി ചോദ്യം ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെന്തൊക്കെയോ കാശും പിടിപാടും ഒക്കെ കൊണ്ട് ഒതുക്കിയതാ. അവൾക്ക് ഇതിനകത്ത് കൈയുണ്ടെന്നുള്ളത് 100 തരവാ. ഇത്തരം കാര്യങ്ങളില് എന്റെ തോന്നലുകളെ ഇതുവരെയ്ക്കും തെറ്റിയ ചരിത്രമില്ല കേട്ടോ സാറേ. അല്ലെങ്കിൽ പിന്നെ ആ അപ്പി അവിടെ പോയി. ഇത് ഇവര് രണ്ടാളും കൂടെ വരുത്തി വെച്ചതാണ് സാറേ. ഇത് സാർ ഇടപെട്ടാൽ ഇനി എന്തിനെങ്കിലും ഒക്കെ നടക്കുള്ളൂ കേട്ടാ. ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കേണ്ട പോലെ ചോദിച്ചാ അവള് സത്യം പറയും. ചേച്ചിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാൻ ഇടപെടാം. വന്ന് പറഞ്ഞതേ ഞാനാണെന്ന് മാത്രം ആരടുത്തും പറയല്ലേ സാറേ. യോ, എന്റെ പണി പോണ ഗ്യാസാണോ? ഇല്ല ചേച്ചി പേടിക്കണ്ട. പിന്നെ സ്വാതി അപ്പിക്കൊന്നും പറ്റരുത്, അത്രേ ഉള്ളൂ. സാറ് വിചാരിച്ച ആ അപ്പിയെ രക്ഷിക്കാൻ പറ്റും. ധൈര്യമായിട്ട് പോകും. വേണ്ട, ഞാൻ ചെയ്തോളാം. ഓ ശരി. പോട്ടെ സാറേ. ശരി ചേച്ചി. ഞാൻ പറഞ്ഞാറ്റോ ചെന്ന് പറഞ്ഞു കൊടുക്കും തോറ്റല്ല മിച്ചി.
എല്ലാം പൊളിയുന്ന ലക്ഷണമുണ്ട്. രാഹുലാണെ ഭയങ്കര ചൂടില്ല. പോലീസുകാർക്ക് തോന്നാത്ത സംശയം എങ്ങനെയാ രാഹുലിന് തോന്നിയത്? അതും കൃത്യമായി ഗൗരിയെക്കുറിച്ച്. ആർക്കറിയാം, ചിലപ്പോ ഊഹിച്ചതായിരിക്കും. എന്നാലും സൂക്ഷിക്കണം. രാഹുല് പോലീസുകാരെ കൊണ്ട് കേസ് അന്വേഷണം ബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ ഭാഗത്തുനിന്നൊരു സമ്മർദ്ദം വന്ന പോലീസുകാർ അലേർട്ടാവും. ആയിക്കോട്ടെ, അത് പക്ഷേ നമ്മുടെ നേർക്ക് എങ്ങനെയാ വരുന്നത്? 2 പ്രശ്നമുണ്ട്. ഒന്നാ മൊബൈൽ ഫോൺ. അവര് ടവർ വെച്ച് എന്റെ മൊബൈൽ ഫോൺ ആ സമയത്ത് എവിടെയാണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് ഗൗരി അപ്പൊ തന്നെ ക്ലിയർ ചെയ്തല്ലോ. ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അതവര് വിശ്വസിച്ചു കാണുന്ന എന്താ ഉറപ്പ്? രണ്ടാമത്തെ പ്രശ്നം ആ മോളാ. ആ മോളിലാണെങ്കിൽ ഞാൻ പോയിട്ടേ ഇല്ല. അതവർക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. CCTV ഫുട്ടേജ് എടുത്താൽ മാത്രം മതി. അപ്പൊ പെടുവെന്ന് ചുരുക്കം. അതിനാ സാധ്യത കൂടുതല്. സാധാരണ ഒരു പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. രാഹുലിനെ പോലൊരാള് പുറകിലുള്ളതാ കുഴപ്പമാവാൻ പോകുന്നത്. രാഹുല ഞാനാണ് കുറ്റക്കാരിന്ന് തർപ്പിച്ചു പറയുമ്പോ പോലീസ് എന്നെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അത് ശരിയാ. എങ്ങനെയെങ്കിലും ഈ പോലീസ് അന്വേഷണം ബ്ലോക്ക് ചെയ്യാൻ നോക്കണം. ദേ, അത് വേദ വിചാരിച്ചാലേ നടക്കൂ. ഞാൻ വിചാരിച്ചാലോ? അങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തിയാ പോലീസ് അപ്പം നമ്മളെ പിടിക്കില്ലേ? ഹായ് ഗൗരി. ഗൗരി എന്താ ബാഗൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോവാണോ? അല്ല. പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, അപ്പൊ ഉണ്ടല്ലേ. നല്ല നേരത്തെ തന്നെ എനിക്ക് ഈ വഴിക്ക് വരാൻ തോന്നിയേ. പോകാൻ വേറെ സ്ഥലമില്ലെന്ന് തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. എന്റെ വീട്ടിൽ താമസിക്കാം. ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും കാലം. ഏയ്, അതൊന്നും വേണ്ട. അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തെ? എന്റെ വീട് ഗൗരിക്ക് ഗൗരിയുടെ സ്വന്തം വീട് പോലെ തന്നെ കരുതാം. തന്നെയുമല്ല, ഗൗരി എന്റെ കൂടെ ഉണ്ടാവുന്നത് അതെനിക്ക് ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ 2 പേരുടെയും ശത്രു ഒരാളാണല്ലോ, സ്വാതി. അതൊക്കെ ശരിയാ. എന്നാലും വേണ്ട. ഞാൻ ദേവിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞാ പലർക്കും അത് ഇഷ്ടാവില്ല. നീലിന് പോലും ചിലപ്പോ അത് ദഹിച്ചൊന്നും വരില്ല. ഇറക്കി വിട്ട സ്ഥിതിക്ക് എവിടെങ്കിലും പോയി താമസിച്ചല്ലേ പറ്റൂ. അതൊരു വീടാകുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്. അതുകൊണ്ട് ഗൗരിയെ പോലൊരു പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്റെ വീട്. ഏയ്, അത് വേണ്ട ദേവാ. ഭാവിയിൽ ഈ ഒരു താമസം ബാധ്യതയാവുന്ന പേടിച്ചിട്ടാണോ? ഗിരിയെ ഇതിന് പകരമായിട്ട് ഞാൻ ആവശ്യപ്പെടുമെന്ന് വല്ല തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. പകരത്തിന് പകരം ചോദിക്കുന്നവളല്ല ഈ ഞാൻ. ചോദിച്ചാലത് നടക്കാൻ പോകുന്നില്ല. ഗിരിക്ക് ഇഷ്ടമല്ല, പിന്നെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. എന്റെ ഭാഗ്യദോഷം. അല്ല, ഞാൻ വേറൊരു വാർത്ത അറിഞ്ഞു. സ്വാതി, അവൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? ആ, എനിക്കിങ്ങനെ അറിയാം. അതൊക്കെ പോയി അന്വേഷിക്കേണ്ടവരോട് അന്വേഷിക്കുക. അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? സ്വാതി തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തെ തന്നെയാ ഈ ഞാനും. ആ, ഏതായാലും തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. വേറൊരു വീട് ശരിയാവുന്നവരെ ഗൗരിക്ക് അവിടെ നിൽക്കാം. ഇങ്ങോട്ട് തന്നെ വിട്. വേണ്ട. ഗൗരി പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എവിടെയെങ്കിലും താമസിക്കണ്ടേ? എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചെയ്തോളാം. പേരുവഴിയിലായി. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. മൃതദേഹം പോലും കണ്ടെടുക്കാൻ പറ്റിയില്ലെന്നല്ലേ ഗൗരി പറഞ്ഞത്? അതെ, ഇതുവരെ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല.